reconstruction. In this video, I am going to deal with internal reconstruction. For reconstruction എന്ന് പറയുന്നത്, it is a reorganization of the financial structure of the company. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ റീഓർഗനൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നതിനെയാണ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മോശമാകുമ്പോൾ, അതായത് കമ്പനിക്ക് അക്യുമുലേറ്റഡ് ലോസസ് ഒരുപാട് ഉണ്ടാകുന്നു, അതുപോലെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് അല്ലെങ്കിൽ ഉള്ള അസറ്റുകളൊക്കെയും ഓവർ വാല്യൂഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിന് മെഷീനറി ഉണ്ട് അല്ലെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, ഇതൊക്കെ ഓവർ വാല്യൂഡ് ആണ്, ഉള്ള വിലയേക്കാൾ കൂടുതലുള്ള വിലയിലാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദീസ് ആർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഹാവിംഗ് നോ മണി വാല്യൂ. ഇത് ആക്ച്വലി നമുക്ക് അസറ്റ് അല്ല. നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, അതുപോലെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഇതിങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നെഗറ്റീവ് ബാലൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയും നമ്മളിത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ പല വർഷങ്ങളായിട്ട് റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യാറ്. അപ്പൊ അതൊക്കെയും കൂടുതലായി കഴിയുമ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മോശമായി. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് റീകൺസ്ട്രക്ഷൻ നടത്തുന്നത്. അപ്പൊ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റീഓർഗനൈസേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി. ഉള്ള ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ മാറ്റം വരുത്തുന്നു. അതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന്റെയും അതുപോലെ ക്രെഡിറ്റേഴ്സിന്റെയും ഒക്കെ ക്ലെയിം കുറക്കാൻ സാധിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ ബിസിനസ്സിന് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. There are two types of reconstruction, namely external reconstruction and internal reconstruction. നമ്മൾ പറഞ്ഞു റീകൺസ്ട്രക്ഷൻ എന്നത് ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നു, അതായത് അതിന്റെ ക്യാപിറ്റൽ, അസറ്റ്, ലയബിലിറ്റി ഇതിലൊക്കെ മാറ്റം വരുത്താണ്. അത് രണ്ട് തരത്തിലുണ്ട്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും ഉണ്ട്, ഇന്റേണൽ റീകൺസ്ട്രക്ഷനും ഉണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്? The existing company has to be liquidated for the purpose of forming another new company. നിലവിലുള്ള കമ്പനി ലിക്വിഡേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നു. എന്നിട്ട് ആ പഴയ കമ്പനിയുടെ ബിസിനസ് പുതിയ കമ്പനി ഏറ്റെടുക്കുന്നു. അതായത് പഴയ കമ്പനി ഫിനാൻഷ്യൽ പൊസിഷൻ മോശമായിട്ടുള്ള കമ്പനിയാണ്, അതിന്റെ ബിസിനസ് ഈ പുതിയതായിട്ട് ഫോം ചെയ്ത കമ്പനി ഏറ്റെടുക്കുന്നു. But in internal reconstruction, there is neither liquidation nor formation of a new company. പക്ഷെ ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ പഴയ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നുമില്ല, പുതിയ കമ്പനി ഫോം ചെയ്യുന്നുമില്ല. ഇവിടെ ചെയ്യുന്നത് ആ ബിസിനസ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, പക്ഷെ അതിന്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ മാറ്റം വരുന്നു, അല്ലെങ്കിൽ റീഓർഗനൈസ് ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ആ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നു. അപ്പൊ ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ ബിസിനസ് ഒന്നും ലിക്വിഡേറ്റ് ചെയ്യുകയോ പുതിയ ബിസിനസ് ഫോം ചെയ്യുകയോ ചെയ്യുന്നില്ല. എക്സിസ്റ്റിംഗ് കമ്പനി അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു, എന്നിട്ട് അതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നു. ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ബൈ ബോത്ത് ഓൾട്ടറേഷൻ ആൻഡ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ അത് ചെയ്യുന്നത് ഒന്നുകിൽ ഷെയർ ക്യാപിറ്റലിൽ ഓൾട്ടറേഷൻ വരുത്തുന്നു അല്ലെങ്കിൽ റിഡക്ഷൻ വരുത്തുന്നു. ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. ഇവിടെ നമ്മൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ മീൻസ് the reorganization of the existing financial structure of a company without forming a new company. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ബിസിനസിന്റെ എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ സ്ട്രക്ചറിന് നമ്മൾ മാറ്റം വരുത്തുന്നു, വിത്തൗട്ട് ഫോമിങ് എ ന്യൂ കമ്പനി. പുതിയ കമ്പനി ഒന്നും ഫോം ചെയ്യുന്നില്ല. അപ്പൊ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആവാം, റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആവാം, വേരിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് ആൻഡ് സ്കീം ഓഫ് കോംപ്രമൈസ് ഓർ അറേഞ്ച്മെന്റ്, ഇതൊക്കെ ആവാം. കാരണം നമ്മൾ പറഞ്ഞു ക്യാപിറ്റലിലും അസറ്റിലും ഒക്കെ ആ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുകയാണ്. ഇറ്റ് ഈസ് ജനറലി റിസോർട്ടഡ് ടു റൈറ്റ് ഓഫ് പാസ്റ്റ് അക്യുമുലേറ്റഡ് ലോസസ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ബൈ എ സ്കീം ഓഫ് ക്യാപിറ്റൽ റിഡക്ഷൻ. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ്സിന് കുറെ അക്യുമുലേറ്റഡ് ലോസസ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഒക്കെ ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാരണം ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരെ ഗുഡ് വിൽ ഒക്കെയാണ്. പക്ഷെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ബാഡ് ആവുമ്പോൾ അതിൽ പിന്നെ ഗുഡ് വില്ല് എന്നുള്ള ഒരു കാര്യത്തിന് അവിടെ പ്രസക്തിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കീം നടത്തുന്നത് അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ നടത്തുന്നത് ത്രൂ എ സ്കീം ഓഫ് ക്യാപിറ്റൽ റിഡക്ഷൻ. അപ്പൊ ക്യാപിറ്റൽ റിഡക്ഷനിൽ കൂടിയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. First one, to write off past accumulated losses, fictitious assets and intangible assets. നമ്മൾ പറഞ്ഞു
എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷന്റെ ഒബ്ജക്റ്റീവ്? ബിസിനസ്സിന് ഒരുപാട് അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ട്, ഫിക്ടീഷ്യസ് അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, അതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യണം. ഇതിൽ ഓരോന്നും അക്യുമുലേറ്റഡ് ലോസസ് പല വർഷങ്ങളിലായിട്ട് നഷ്ടമാണ് ബിസിനസ്, അപ്പൊ അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. ഫിക്ടീഷ്യസ് അസറ്റ്സ് ഞാൻ പറഞ്ഞു, അത് മണി വാല്യൂ ഇല്ലാത്ത ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇതിൽ വരിക. അപ്പൊ അത് റൈറ്റ് ഓഫ് ചെയ്യണം. ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ മെയിൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഓർമ്മ വരിക ഗുഡ്വില് ഒക്കെയാണ്. ഇപ്പൊ ഗുഡ്വില്ലിന്റെ പ്രത്യേകത എന്താ? ഗുഡ്വിൽ എപ്പോഴും ഒരു ബിസിനസിന്റെ സൽപ്പേരാണ്. പക്ഷേ ബിസിനസ് ബാഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ആകുമ്പോൾ പിന്നെ ഗുഡ്വിൽ എന്നൊരു കാര്യത്തിന് പ്രസക്തിയില്ല. അപ്പൊ അതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യണം. To reduce the fair value of shares to their real value on a scheme of capital reduction. ഇനി സ്കീം ഓഫ് ക്യാപിറ്റൽ റിഡക്ഷനിൽ കൂടെ ഷെയർസിന്റെ ഫേസ് വാല്യൂ കുറക്കുക. ആക്ച്വലി ഫേസ് വാല്യൂ കൂടുതലായിരിക്കും, അപ്പൊ ആ ഫേസ് വാല്യൂ ഒന്ന് കുറക്കുക. To present the true and fair value of the firm by writing of huge losses of past years and by writing down the value of assets to true values. ഇനി ബിസിനസിന്റെ ശരിയായ യഥാർത്ഥത്തിലുള്ള ട്രൂ ആൻഡ് ഫെയർ വാല്യൂ, ബിസിനസിന് യഥാർത്ഥ വാല്യൂ കാണിക്കുക. അതായത് അസറ്റ്സ് ഒക്കെ ഓവർ വാല്യൂഡ് ആണ്, ഉള്ള വിലയേക്കാൾ കൂട്ടിയാണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ അതൊക്കെയും ഓവർ വാല്യൂഡ് ആയിട്ടുള്ളതൊക്കെ റൈറ്റ് ഡൗൺ ചെയ്ത് അതിന്റെ കറക്റ്റ് വാല്യൂ ആയിട്ട് ബിസിനസിന്റെ ട്രൂ ആൻഡ് ഫെയർ വാല്യൂ കാണിക്കുക. To create confidence among shareholders and investors by assuring them a fair return on their investment. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവർക്കൊരു കോൺഫിഡൻസ് കൂട്ടുക, കാരണം അവർക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് നല്ലൊരു റിട്ടേൺ കിട്ടും എന്നുള്ളൊരു അഷുറൻസ് അവർക്ക് കൊടുക്കുക. ടു എൻഹാൻസ് ദ ഗുഡ് വിൽ ഓഫ് ദ കമ്പനി ആൻഡ് ഗെയിൻ പബ്ലിക് കോൺഫിഡൻസ്. അപ്പോൾ കമ്പനി ഇപ്പൊ മോശം ഫിനാൻഷ്യൽ പൊസിഷനിലാണ്, ഇനി അത് മാറ്റിയിട്ട് അതിന്റെ ഗുഡ് വിൽ ഉണ്ടാക്കി തീർക്കണം, കമ്പനിക്ക് നല്ലൊരു ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് ആക്കി ഗുഡ് വിൽ ഉണ്ടാക്കി എടുക്കണം, അതുപോലെ പബ്ലിക് കോൺഫിഡൻസ് നേടിയെടുക്കണം. ടു അസർട്ടൈൻ ദ റിയൽ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്. ബിസിനസ്സിലെ നെറ്റ് അസറ്റ് എത്ര? നെറ്റ് അസറ്റ് എന്ന് പറയുമ്പോൾ അസറ്റ് മൈനസ് ലയബിലിറ്റീസ്, അതാണ് നെറ്റ് അസറ്റ്. അതിന്റെ റിയൽ വാല്യൂ എത്ര? Methods of internal reconstruction. There are two methods of internal reconstruction: alteration of share capital and reduction of share capital. അപ്പോൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷന് ടു മെത്തേഡ്സ് ആണ്. ഒന്ന് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലും സെക്കൻഡ് വൺ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഫസ്റ്റ് വൺ ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഇറ്റ് മീൻസ് ചേഞ്ചിങ് ദ കോമ്പോസിഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. അപ്പൊ ഷെയർ ക്യാപിറ്റലിന്റെ ആ കോമ്പോസിഷൻ ചേഞ്ച് വരുത്തുന്നു, അതിനെയാണ് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഷെയർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1000 shares of 10 rupees each ആണെങ്കിൽ അതിനെ 100 shares of 100 rupees each ആക്കുക. ആ ഒരു കോമ്പോസിഷനിൽ മാറ്റം വരുത്തുക. അപ്പോൾ 1000 shares of 10 rupees each എന്ന് പറയുമ്പോൾ 10,000 rupees ആയി. 100 shares of 100 rupees each എന്ന് പറയുമ്പോഴും 10,000 rupees ആയി. അപ്പൊ ആ ഒരു കോമ്പോസിഷനിൽ മാറ്റം വരുത്തുക, ഇതിനെയാണ് ഓൾട്ടറേഷൻ എന്ന് പറയുന്നത്. Then following are the different ways in which share capital can be altered. First one, increase the share capital by issue of new shares. വേണമെങ്കിൽ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ട് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാം. സെക്കൻഡ് വൺ, കൺസോളിഡേറ്റ് ദ ഷെയർസ് ഓഫ് സ്മോളർ ഡിനോമിനേഷൻ ഇൻ ടു ഷെയർസ് ഓഫ് ലാർജർ ഡിനോമിനേഷൻ. ചെറിയ ഡിനോമിനേഷനിലുള്ള, അതായത് 10 രൂപ ഷെയറിനെ ലാർജർ ഡിനോമിനേഷൻ ആക്കി 100 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ഷെയർ ആക്കി മാറ്റുക. അതുപോലെ സബ് ഡിവൈഡ് ദ ഷെയർസ് ഓഫ് ലാർജർ ഡിനോമിനേഷൻ ഇൻ ടു സ്മോളർ ഡിനോമിനേഷൻ. വലിയ വാല്യൂ ഉള്ള ഷെയറിനെ ചെറിയ വാല്യൂ ഉള്ളതാക്കി മാറ്റുക, ചെറിയ ഡിനോമിനേഷൻ ആക്കി മാറ്റുക. കൺവേർട്ട് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക്. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിനെ സ്റ്റോക്ക് ആക്കി മാറ്റുക. സാധാരണ സ്റ്റോക്ക് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഷെയർസിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുക. അപ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഉണ്ടെങ്കിൽ അതിനെ ഫുള്ളും സ്റ്റോക്ക് ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ സ്റ്റോക്ക് കമ്പനിയിൽ ഉണ്ടെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ക്യാൻസൽ ദ അൺഇഷ്യൂഡ് ഷെയർസ്. ഇനി കമ്പനിക്ക് അൺഇഷ്യൂഡ് ഷെയർസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്കറിയാം ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയറുകളിൽ നിന്ന് വന്നിട്ടുള്ള ക്യാപിറ്റലാണ്. അപ്പൊ അൺഇഷ്യൂഡ് ഷെയർസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക. ഇത്രയുമാണ് ഓൾട്ടറേഷന്റെ മെത്തേഡ്സ്. ദെൻ കമ്പനീസ് ആക്ടിന് ഓൾട്ടറേഷന്റെ പ്രൊവിഷൻ ഉണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കുക. ഫസ്റ്റ് വൺ, ദർ ഷുഡ് ബി എ പ്രൊവിഷൻ ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇപ്പൊ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും സബ് ഡിവിഷൻ ആണെങ്കിലും കൺസോൾട്ടേഷൻ ആണെങ്കിലും ഒക്കെ ആർട്ടിക്കിൾസിലെ ഒരു പ്രൊവിഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അതിന്റെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ഓർഡിനറി റെസൊല്യൂഷൻ ഷാൽ ബി പാസ്ഡ് ഇൻ ജനറൽ മീറ്റിംഗ്.
കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. The company is required to give a notice to the registrar of companies within 30 days of its passing. അപ്പോൾ കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് ഇത് ഓൾട്ടറേഷന്റെ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ, അതായത് റിസൊല്യൂഷൻ, ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം. ദെൻ പെർമിഷൻ ഓഫ് സെബി ഇസ് നെസസറി ഇഫ് ഷെയർസ് ആർ ലിസ്റ്റഡ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയറുകളാണെങ്കിൽ സെബിയുടെ പെർമിഷൻ അത്യാവശ്യമാണ്. പക്ഷെ ഓൾട്ടറേഷന് കോർട്ടിന്റെ കൺഫർമേഷൻ ഒന്നും ആവശ്യമില്ല. നെക്സ്റ്റ്, റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ഓൾട്ടറേഷൻ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ 2 ടൈപ്സ് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, സെക്കൻഡ് വൺ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ ഓൾട്ടറേഷൻ ആണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ്, റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. It is a cancellation of any paid up share capital which is lost or unrepresented by available assets. അപ്പോൾ ക്യാപിറ്റല് അസറ്റ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നില്ല എങ്കിൽ അത്രയും ഷെയർ ക്യാപിറ്റലിനെ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്നു. ക്യാപിറ്റലിന്റെ എമൗണ്ടിന് ഫോർ എക്സാമ്പിൾ 100 രൂപയുടെ ഷെയർ ആണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുന്നു. കാരണം കമ്പനിയിൽ അതിനനുസരിച്ചിട്ട് അസറ്റ്സ് ഒക്കെ ഓവർ വാല്യൂഡ് ആണ്, അസറ്റ്സിന് അതിനനുസരിച്ചുള്ള വാല്യൂ ഇല്ല. അപ്പൊ അങ്ങനെ ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ റൈറ്റിംഗ് ഓഫ് ലോസ് ക്യാപിറ്റൽ, റീഫണ്ടിംഗ് സർപ്ലസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റെഡ്യൂസിംഗ് ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഫോർ അൺകോൾഡ് ക്യാപിറ്റൽ. അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ദെൻ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? To write off the past accumulated losses and intangible assets of the company. ഇങ്ങനെ ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്നത് ബിസിനസ്സിനുള്ള അക്യുമുലേറ്റഡ് ലോസസും അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്സും റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. വെർച്വലി ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ മീൻസ് ക്യാപിറ്റൽ റിഡക്ഷൻ. അപ്പൊ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് സാധാരണ നമ്മൾ പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ റിഡക്ഷൻ സ്കീമാണ്. പ്രൊസീജിയർ ഫോർ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഇനി അതിന്റെ പ്രൊസീജിയർ എങ്ങനെ? Then there should be a provision in the articles of association of the company. ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അതിന്റെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. കമ്പനി മസ്റ്റ് പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഓർഡിനറി റെസൊല്യൂഷൻ അല്ല, ഇവിടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ദെൻ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം ആർക്ക്? ട്രൈബ്യൂണലിന് അല്ലെങ്കിൽ കോർട്ടിന് ഫോർ കൺഫേമിംഗ് ദ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഒരു കൺഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടി കോർട്ടില് അല്ലെങ്കിൽ ട്രൈബ്യൂണലില് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇനി അവരുടെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രൈബ്യൂണൽ എങ്ങനെയാണോ അത് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് വേണം കമ്പനി അത് പബ്ലിഷ് ചെയ്യാൻ. നെക്സ്റ്റ്, ദ ഓർഡർ ഓഫ് ട്രൈബ്യൂണൽ കൺഫേമിംഗ് ദ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ മസ്റ്റ് ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിതിൻ 30 days ഓഫ് ദ കോപ്പി ഓഫ് ദ ഓർഡർ. നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ക്യാപിറ്റൽ റിഡക്ഷൻ കൺഫേം ചെയ്തുകൊണ്ട് ട്രൈബ്യൂണലിന്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുമ്പിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണം. 30 ദിവസത്തിനുള്ളിൽ ഓർഡർ കിട്ടി 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുമ്പിൽ അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ദെൻ മിനിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ റിഡക്ഷൻ ഷുഡ് ഓൾസോ ബി ഫയൽഡ് വിത്ത് രജിസ്ട്രാർ ഫോർ രജിസ്ട്രേഷൻ. അപ്പോഴാണ് അതിന്റെ ഒരു എഫക്റ്റിൽ, അതായത് ആ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലിന്റെ കൺഫർമേഷന്റെ ഒരു എഫക്റ്റിൽ ഒരു സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യും. Reduction of share capital will not be effective until a copy of resolution and sanction of court are filed and registered with the registrar of companies. നമ്മൾ പറഞ്ഞു 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഇത് ഫയൽ ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഇൻഎഫക്റ്റീവ് ആണ്, അത് എഫക്റ്റീവ് അല്ല. അതുപോലെ തന്നെ ട്രൈബ്യൂണലിൽ നമ്മൾ ഈ കൺഫർമേഷൻ ഓർഡർ കൊടുക്കുമ്പോൾ ട്രൈബ്യൂണൽ പറയും കമ്പനിയുടെ പുതിയ പേരിന്റെ കൂടെ ആൻഡ് റെഡ്യൂസ്ഡ്, അതായത് ഇന്റേണൽ റീകൺസ്ട്രക്ഷന് ശേഷം ആ കമ്പനിയുടെ പേര് എഴുതുമ്പോൾ ആൻഡ് റെഡ്യൂസ്ഡ് ഓർ ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ എന്നുകൂടെ ചേർക്കാൻ പറയും. അപ്പൊ ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ ആക്ച്വലി പുതിയ കമ്പനിയൊന്നും ഫോം ചെയ്യുന്നില്ല, ഉള്ള കമ്പനിയുടെ തന്നെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുകയാണ്. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാപിറ്റൽ റിഡക്ഷൻ ആണ്. അപ്പൊ പുതിയ ട്രൈബ്യൂണലിന്റെ ഒരു ഓർഡർ വരും, കമ്പനിയുടെ പുതിയ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ കമ്പനിയുടെ പുതിയ പേര് എഴുതുമ്പോൾ ആൻഡ് റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ എന്ന് ചേർക്കുക. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ റിഡക്ഷൻ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ, റീഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഒരേ ടേം തന്നെയാണ്. Then a company is permitted to reduce its share capital under section 66 in any of the following ways. ഏതൊക്കെ രീതിയിൽ കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാം?
First one, by extinguishing or reducing the liability of the shareholders with respect to uncalled capital. Uncalled capital, for example, last call വിളിച്ചിട്ടില്ല, 10 രൂപയുടെ ഷെയർ ആണ്, 8 രൂപ വരെ വിളിച്ചിട്ടുള്ളൂ, ഫൈനൽ കോൾ വിളിച്ചിട്ടില്ല, അത് വേണ്ടാന്ന് വെക്കാം. കമ്പനിക്ക് ഷെയറിന്റെ വാല്യൂ 8 രൂപയാക്കി മാറ്റി, ഇനി ആ 2 രൂപ വിളിക്കുന്നില്ല, ആ ഷെയറിന്റെ ഫേസ് വാല്യൂ 8 രൂപയാക്കി മാറ്റുന്നു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ ലാബിലിറ്റി അവിടെ റെഡ്യൂസ് ചെയ്തു, ഷെയറിന്റെ വാല്യൂ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തു, 8 രൂപയായി മാറി. By refunding any paid up share capital which is in excess of the need of the company. കമ്പനിക്ക് ആവശ്യമുള്ളതിൽ അധികം paid up capital ഉണ്ടെങ്കിൽ അതിനെ റീഫണ്ട് ചെയ്യാം. Then by reducing the paid up share capital, paid up share capital നെ reduce ചെയ്യാം. ഇത് റീഫണ്ട് ചെയ്യലാണ്. അതായത് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് റീഫണ്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടി ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്നു. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യന്റെ സഹായത്തോടു കൂടിയിട്ട് നോക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം. സാഡ് ലിമിറ്റഡ് റിസോൾവ് ദ ഫോളോയിങ്. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. ടു റെഡ്യൂസ് 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 rupees each to an equal number of shares of 7 rupees each. അപ്പോൾ 30,000 ഇക്വിറ്റി ഷെയർസ് 10 rupeesന്റേതാണ്, അഥവാ 3 lakh ആണ് ഷെയർ ക്യാപിറ്റൽ. അതിനെ എത്രയാക്കിയിട്ട് ചുരുക്കണം? 7 rupeesന്റെ ഷെയർ ആക്കി മാറ്റണം. അപ്പൊ റീകൺസ്ട്രക്ഷന്റെ ജേണൽ എൻട്രീസ് നമുക്ക് കൊണ്ടുവരണം. ഇനി നമുക്ക് ക്യാപിറ്റൽ റിഡക്ഷന്റെ ജേണൽ എൻട്രീസ് നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ഷെയറിന്റെ വാല്യൂ റെഡ്യൂസ്, ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നു, പ്രിഫറൻസ് ഷെയറിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ ക്രെഡിറ്റേഴ്സോ ഡിബഞ്ചർ ഹോൾഡേഴ്സോ അവരുടെ ക്ലെയിം റെഡ്യൂസ് ചെയ്ത് തരുന്നു. ഈ എമൗണ്ടുകളെല്ലാം നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് അല്ലെങ്കിൽ ബിസിനസിന്റെ ലോസസ് ഒക്കെ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ജേണൽ എൻട്രീസ് നോക്കാം. ഫസ്റ്റ് വൺ, ഫോർ റെഡ്യൂസിംഗ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പൊ ഇക്വിറ്റി ഷെയർസിന്റെ പെയ്ഡ് അപ്പ് വാല്യൂ കുറക്കുന്നു. അതായത് ഓൾഡ് ഡിനോമിനേഷൻ 100 rupeesന്റേതാണ്, അതിനെ 50 rupeesന്റെ ഷെയർ ആക്കി മാറ്റുന്നു. ഷെയറിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ജേണൽ എൻട്രി ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ, അതായത് ഓൾഡ് ഡിനോമിനേഷൻ കാണിക്കുക. എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 100 rupeesന്റെ ഷെയർ ആണെങ്കിൽ 100 rupeesന്റെ എത്ര ഷെയർ, ആ വാല്യൂ എത്ര. ദെൻ ടു ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇത് റെഡ്യൂസ് ചെയ്ത വാല്യൂ കാണിക്കുന്നു പുതിയ ഡിനോമിനേഷനിൽ. ദെൻ അതിൽ ബാക്കി വരുന്ന എമൗണ്ട് ടു ക്യാപിറ്റൽ റിഡക്ഷൻ ഓർ റീകൺസ്ട്രക്ഷൻ. നമുക്ക് ക്യാപിറ്റൽ റിഡക്ഷൻ എന്നുള്ളത് റീകൺസ്ട്രക്ഷനോ റീഓർഗനൈസേഷനോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. എക്സാമിനേഷൻ പർപ്പസിൽ മൂന്നും ശരിയാണ്. ക്യാപിറ്റൽ റിഡക്ഷൻ, റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റീഓർഗനൈസേഷൻ എങ്ങനെ വേണമെങ്കിലും റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് ഫോർ റെഡ്യൂസിംഗ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അപ്പൊ നമുക്ക് സ്കീം തന്നിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്മുടെ ക്യാപിറ്റൽ റിഡക്ഷന്റെ സ്കീം എന്ന് നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലും തന്നിട്ടുണ്ടാവും. അപ്പൊ തന്നിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് ആ ജേണൽ എൻട്രീസ് നമ്മൾ പാസ്സാക്കുക. പ്രിഫറൻസ് ഷെയർ ഉള്ള കമ്പനിയിൽ അത് പ്രിഫറൻസ് ഷെയർ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ജേണൽ എൻട്രി പാസ്സാക്കണ്ടൂ. അപ്പൊ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഓൾഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, അതായത് അതിന്റെ ഓൾഡ് ഡിനോമിനേഷൻ. ദെൻ നെക്സ്റ്റ് ന്യൂ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, പുതിയ ഡിനോമിനേഷൻ ഉപയോഗിച്ചിട്ട് ടു ക്യാപിറ്റൽ റിഡക്ഷൻ ഓർ റീകൺസ്ട്രക്ഷൻ. Then next, for any sacrifice has been made by debenture holders. ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സ് നമുക്ക് എന്തെങ്കിലും എമൗണ്ട് കുറവ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ, ഡിബഞ്ചർ എന്ന് പറയുന്നത് ലോങ് ടൈം ലയബിലിറ്റി ആണ്. അപ്പൊ അവരെന്തെങ്കിലും എമൗണ്ട് കുറവ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറ്റാം. അപ്പോൾ ഓൾഡ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ്, പുതിയ എത്രയാണോ അവർ കുറച്ച് തന്നതിന് ശേഷമുള്ള പുതിയ വാല്യൂ, ദെൻ എത്രയാണോ കുറച്ച് തന്നത് അതിനെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു, ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഫോർ എനി റിഡക്ഷൻ അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സും എന്തെങ്കിലും റെഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ക്രെഡിറ്റേഴ്സും ഡിബഞ്ചർ ഹോൾഡേഴ്സും ഒക്കെ ഇതുമായിട്ട് സഹകരിക്കും. ഈ ക്യാപിറ്റൽ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യുന്നതുമായിട്ട് സഹകരിക്കും. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് അത്രയും ബാഡ് ഫിനാൻഷ്യൽ പൊസിഷനിലാണ്, ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് പകരം ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും അവരുടെ ക്ലെയിമുകളൊക്കെ കുറച്ചു കൊടുക്കുന്നതിൽ സഹകരിക്കും. അപ്പൊ അങ്ങനെ ക്രെഡിറ്റേഴ്സ് എന്തെങ്കിലും കുറവ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ, നോർമലി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയാണ്, അപ്പൊ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ഇവിടെ അത് കുറവ് വരികയാണ്, അതുകൊണ്ട് ക്രെഡിറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്യുന്നു. എത്ര എമൗണ്ട് ആണോ കുറവ് തരുന്നത് അത്ര എമൗണ്ട് തന്നെ കാണിക്കുന്നു. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. എത്ര കുറവ് ചെയ്തു തന്നു ആ എമൗണ്ട് ഇവിടെ എഴുതുന്നു. എത്ര എമൗണ്ട് അവർ കുറവ് ചെയ്തു തന്നുവോ അതാണ് ഇവിടെ എഴുതുന്നത്. നെക്സ്റ്റ്, ഫോർ എനി അപ്രിസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്.
നമ്മുടെ അസറ്റിന്റെ വാല്യൂ കൂട്ടിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂ കൂടിയിരിക്കുന്നു, അപ്രിസിയേഷൻ സംഭവിച്ചു. സോറി, ഓവർ വാല്യൂഡ് അല്ല കേട്ടോ, അപ്രിസിയേഷൻ സംഭവിച്ചു, അസറ്റിന്റെ വാല്യൂ കൂടി. അപ്പൊ നമ്മള് അസറ്റിന് ഓൾറെഡി ഡെബിറ്റ് ബാലൻസ് ആണ്, അപ്പൊ കൂടുമ്പോൾ വീണ്ടും അസറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നു. അസറ്റ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ആ കൂടി കിട്ടിയ വാല്യൂ നമ്മൾ 10 ലക്ഷത്തിന് വാങ്ങിയ അതിന്റെ വാല്യൂ ഇപ്പൊ അപ്രിസിയേറ്റ് ചെയ്തു, 15 ലക്ഷമായി മാറി, 15 lakhs ആയി. അപ്പൊ 5 lakhs നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ അസറ്റ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അസറ്റിന്റെ വാല്യൂ നമ്മൾ 10 lakhന് വാങ്ങിയ ഒരു പ്രോപ്പർട്ടി അത് 15 lakhs ആയി മാറിയിരിക്കുന്നു. അപ്പൊ അതായത് നമുക്ക് 5 lakhs ആണ് നമുക്ക് അവിടെ ലാഭം. ഇപ്പൊ നമ്മളത് വിറ്റാൽ നമുക്ക് 15 lakhs കിട്ടും. അപ്പൊ ആ ഫണ്ട് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? നമ്മുടെ റീകൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാം. Next, for waiver of preference dividend arrear if it is given on the liability side of the balance sheet. പ്രിഫറൻസ് ഡിവിഡൻഡിന്റെ അരിയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് പ്രിഫറൻഷ്യൽ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടുന്ന ഡിവിഡൻഡിന്റെ അരിയർ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് അവർ പറയണം അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെയ്വർ അവരത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ടാന്ന് വെക്കുന്നു. അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ദെൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രിഫറൻസ് ഡിവിഡൻഡ് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ, ലയബിലിറ്റി സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ജേണൽ എൻട്രി പാസ്സാക്കാൻ പറ്റുള്ളൂ. ഫുട് നോട്ട് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നോട്ട്സ് ടു അക്കൗണ്ട്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ജേണൽ എൻട്രി വേണ്ട. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ജേണൽ എൻട്രി പാസ്സാക്കാൻ പാടുള്ളൂ. ഫോർ റീകൺസ്ട്രക്ഷൻ എക്സ്പെൻസസ് പെയ്ഡ്, റീകൺസ്ട്രക്ഷൻ എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജേണൽ എൻട്രി റീകൺസ്ട്രക്ഷൻ എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക്. നെക്സ്റ്റ്, ഫോർ റൈറ്റിംഗ് ഓഫ് പാസ്റ്റ് അക്യുമുലേറ്റഡ് ലോസസ്, ഫിക്ടിഷ്യസ് അസറ്റ്സ്, എക്സസ് ഡിപ്രിസിയേഷൻ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് അതായത് ലയബിലിറ്റീസ് അത്രയും നമുക്ക് റെഡ്യൂസ് ചെയ്ത് കിട്ടുകയാണ്. അതുപയോഗിച്ചിട്ട് ബിസിനസിന്റെ ലോസസ് റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഫിക്ടീഷ്യസ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, അതുപോലെ ഏതെങ്കിലും അസറ്റ്സ് ഡിപ്രിസിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓവർ വാല്യൂഡ് ആണെങ്കിൽ അതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫണ്ട് നമ്മൾ എത്ര രൂപയാണോ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് നമ്മൾ മാറ്റുന്നത് അത് ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ പ്രാവശ്യവും നേരത്തെ ഇവിടെ ചെയ്യുമ്പോൾ അതാ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറ്റി. ദെൻ പ്രിഫറൻസ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറ്റി. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അവരെ ക്ലെയിം റെഡ്യൂസ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറ്റി. ക്രെഡിറ്റേഴ്സിന്റെ ക്ലെയിം റെഡ്യൂസ് ചെയ്തപ്പോൾ അത്രയും എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറ്റി. ദെൻ അസറ്റ് അപ്രിസിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ അത്രയും എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറ്റി. ദെൻ പ്രിഫറൻസ് ഡിവിഡൻഡ് അവർ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വെയ്വർ നടന്നപ്പോൾ അത്രയും എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറ്റി. അപ്പൊ എത്ര രൂപയുണ്ട് ക്യാപിറ്റൽ റിഡക്ഷനിൽ അതിന്റെ ടോട്ടൽ എടുക്കുന്നു. ഇതുവരെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരുന്നേ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് അറ്റർ. ദെൻ ഇനി നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യേണ്ടുന്ന ഓരോ ഐറ്റവും, ഗുഡ്വിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഗുഡ്വിൽ എന്നത് ബിസിനസിന്റെ സൽപ്പേരാണ്. ബാഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ആയി കഴിയുമ്പോൾ അത് ഉണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണം. ദെൻ സർപ്ലസ്, നെഗറ്റീവ് ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെഗറ്റീവ് ബാലൻസ്, പ്രിലിമിനറി എക്സ്പെൻസ് അതായത് ഫിക്ടീഷ്യസ് അസറ്റ്സ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, പേറ്റന്റ്, നമുക്ക് ഇതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ദെൻ ഫിക്സഡ് അസറ്റ്സിന്റെ ഒക്കെ ഡിപ്രിസിയേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ റീകൺസ്ട്രക്ഷൻ എക്സ്പെൻസ്. ദെൻ വേറെ ഏതെങ്കിലും അസറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസറ്റ്സിന് ഡിപ്രിസിയേഷനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നോക്കാം, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ബാക്കി റിഡക്ഷൻ അക്കൗണ്ടിൽ, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബാലൻസിനെ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റാം. അപ്പൊ ജേണൽ എൻട്രി ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു ഗുഡ്വിൽ, ടു സർപ്ലസ്, ദെൻ പിന്നെ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ, ടു റീകൺസ്ട്രക്ഷൻ എക്സ്പെൻസ്, നമുക്ക് ഇവിടെ വന്ന റീകൺസ്ട്രക്ഷൻ എക്സ്പെൻസ്. ദെൻ വേറെ ഏതൊക്കെ ആണെങ്കിൽ അസറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അത്, ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു, ടു ക്യാപിറ്റൽ റിസർവ്. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, സാൻഡ് ലിമിറ്റഡ് റിസോൾവ് ദ ഫോളോയിങ്. ഒരു സ്കീം തന്നിരിക്കുകയാണ്, നമുക്ക് റീകൺസ്ട്രക്ഷന്റെ സ്കീം തന്നിരിക്കുകയാണ്. ഈ സ്കീം അനുസരിച്ചിട്ടാണ് നമ്മൾ ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുക. ഇപ്പൊ നമുക്ക് ബാലൻസ് ഷീറ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ബാലൻസ് ഷീറ്റ് തന്നിട്ട് ഇതുപോലെ ഒരു സ്കീം തന്നിട്ട് കോർട്ട് അപ്രൂവ് ചെയ്ത സ്കീം തരും. അതിന്റെ ബേസിസിലാണ് നമ്മൾ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുക. To reduce 30,000 equity shares of 10 each to an equal number of shares of 7 rupees each. അപ്പോൾ
30,000 equity shares of 10 rupees each ആണ് നിലവിലുള്ളത്. അതിനെ എങ്ങനെയാക്കി മാറ്റുന്നു? 7 rupees ഷെയർ ആക്കി മാറ്റുന്നു. ഷെയറിന്റെ നമ്പർ സെയിം തന്നെ, ഷെയറിന്റെ വാല്യൂ 10 rupee എന്നുള്ളത് 7 rupee ആക്കി മാറ്റുന്നു. To reduce 40,000 8% preference shares of 10 rupees each. അപ്പോൾ 40,000 preference shares ഉണ്ട്. Then അതിന്റെ വാല്യൂ 10 rupee each ആണ്. To an equal number of 10% preference shares of 4 rupees each. അതിന് ഈക്വൽ നമ്പറിൽ മാറ്റമൊന്നും വരുന്നില്ല. പക്ഷെ അതിന്റെ ഇൻട്രസ്റ്റ് 8% പ്രിഫറൻസ് ഷെയർ എന്നുള്ളത് 10% പ്രിഫറൻസ് ഷെയർ ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ വാല്യൂ 10 rupeeയിൽ നിന്ന് 4 rupee ആക്കി മാറ്റുന്നു. ഇതിവിടെ ഷെയറിന്റെ പേര് മാറുന്നതാണ് കേട്ടോ. അതായത് ഷെയറിന് 8% ആയിരുന്നു ഇതുവരെ ഡിവിഡൻഡ് കൊടുത്തിരുന്നത്, അത് ഇനി മുതൽ 10% ആയി മാറും. അത്രയേ ഉള്ളൂ. അത് നമുക്ക് ഇവിടെ ജേണൽ എൻട്രിയിൽ പ്രത്യേകിച്ച് ആപ്ലിക്കബിലിറ്റി ഒന്നും നമ്മൾ എഴുതുമ്പോൾ ന്യൂ ക്യാപിറ്റലിന്റെ പേര് എഴുതുമ്പോൾ ഈ 10% എഴുതാൻ കാണിക്കേണ്ടതെന്ന് മാത്രം. ദെൻ ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ഇതിന്റെ വാല്യൂ 10 rupee ഉണ്ടായിരുന്നത് 4 rupee ഈച്ച് ആയി മാറി. ഷെയർസ് ഓഫ് 4 rupees ഈച്ച്. 10 rupee ഷെയർ ആയിരുന്നു, അത് 4 rupees ഈച്ച് ആയി മാറി. Then next to reduce 8% debentures of 1 lakh rupees to 10% debentures of 70,000 rupees. 1 lakh rupeesന്റെ ഡിബഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, 8% ആയിരുന്നു ഇൻട്രസ്റ്റ്. ദെൻ അതെങ്ങനെ കൺവേർട്ട് ചെയ്തു? 10% ഡിബഞ്ചർ ആയി മാറ്റി, വാല്യൂ 70,000 ആയി. 1 lakhൽ നിന്നും 70,000 ആയി കുറഞ്ഞു, അതായത് 30,000 റെഡ്യൂസ് ചെയ്ത് കിട്ടി. നെക്സ്റ്റ് ടു യൂട്ടിലൈസ് ദ എമൗണ്ട് അവൈലബിൾ ടു റൈറ്റ് ഓഫ് ഗുഡ് വിൽ 1 lakh rupees, patent 80,000, preliminary expenses 50,000, profit and loss account debit balance 70,000, and to write down plant and machinery to the extent possible. അപ്പൊ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്തതിൽ നിങ്ങൾക്ക് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ചിട്ട് പേറ്റന്റ്, ഗുഡ് വില്, പ്രിലിമിനറി എക്സ്പെൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ് ഒക്കെ റൈറ്റ് ഓഫ് ചെയ്യുക. അതിന്റെയൊക്കെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഇനിയും ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു ദ എക്സ്റ്റെന്റ് പോസിബിൾ പറ്റുന്നത്ര പ്ലാന്റ് ആൻഡ് മെഷീനറിയും റൈറ്റ് ഡൗൺ ചെയ്യുക. അപ്പൊ നമ്മൾ ജേണൽ എൻട്രി പാസ്സാക്കുക. നമ്മൾ പ്രീവിയസ്ലി പഠിച്ചതുപോലെ തന്നെ ഓരോന്നിനും ജേണൽ എൻട്രി നമ്മൾ പാസ്സാക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ജേണൽ എൻട്രി ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡെറ്റർ 3 lakh, അതായത് 30,000 ഷെയർസ് ഓഫ് 10 rupees ഈച്ച്. അതിന്റെ പുതിയ ഡിനോമിനേഷൻ 7 rupees ആണ്. അപ്പൊ ടു ന്യൂ ഇക്വിറ്റി ക്യാപിറ്റൽ 30,000 into 7, that is 2,10,000. ബാക്കിയുള്ള എമൗണ്ട് അതായത് 30,000 into 3 ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. 2 ക്യാപിറ്റൽ റിഡക്ഷൻ 90,000. ഈ നെക്സ്റ്റ് നോക്കുക, പ്രിഫറൻസ് ഷെയറിനെ റെഡ്യൂസ് ചെയ്തു. 40,000 തന്നെയാണ് നമ്പർ, പക്ഷെ 10 rupeeയുടെ ഷെയറിനെ 4 rupees ആക്കി മാറ്റി. ന്യൂ ഡിനോമിനേഷൻ 4 rupees ആണ്. അപ്പോൾ ഓൾഡ് 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 40,000 into 10 4 lakh. To new preference share capital 10% preference share capital 40,000 into 4 1,60,000. Remaining amount capital reduction ലേക്ക്, അതായത് 40,000 into 6. 10 രൂപയുടെ ഷെയറിൽ 4 രൂപയാണ് പുതിയ ഷെയറിന്റെ വില, ബാക്കി 6 rupees വെച്ചിട്ട് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറ്റുന്നു. നെക്സ്റ്റ് 8% ഡിബഞ്ചേഴ്സ് ഓഫ് 1 lakh ഉണ്ടായിരുന്നത് 10% ഡിബഞ്ചേഴ്സ് ഓഫ് 70,000 ആയി മാറി. അപ്പൊ 30,000 റെഡ്യൂസ് ചെയ്ത് തന്നു. അതുപോലെ തന്നെ 8% debentures account at 1 lakh, to 10% debenture 70,000, to capital reduction 30,000. 30,000 രൂപയാണ് റിഡക്ഷൻ കിട്ടിയത്. ഇപ്പൊ നോക്കുക, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എത്ര രൂപ ടോട്ടൽ വന്നു? 90,000 ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ പ്രിഫറൻസ് ഷെയറിൽ നിന്ന് 2,40,000 ഉണ്ട്. നെക്സ്റ്റ് 30,000 ഉണ്ട്. അതിന്റെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ എന്ന് പറയുമ്പോൾ 3,60,000. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എന്തെല്ലാം റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടോ അതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ലെറ്റർ, ഇതുവരെ ക്യാപിറ്റൽ റിഡക്ഷൻ ക്രെഡിറ്റ് ആയിരുന്നു, ഇനി ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ലെറ്റർ 3,60,000. നമുക്ക് ക്വസ്റ്റ്യനിൽ ഓരോ ഐറ്റംസും തന്നിട്ടുണ്ട്. ഗുഡ് വില്ലിൽ 1 lakh, പേറ്റന്റ് 80,000, പ്രിലിമിനറി എക്സ്പെൻസസ് 50,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് 70,000. എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി ടു ദ എക്സ്റ്റെന്റ് പോസിബിൾ എത്രയുണ്ടോ അത്ര ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഗുഡ് വില്, പേറ്റന്റ്, പ്രിലിമിനറി എക്സ്പെൻസസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് കഴിയുമ്പോൾ ബാലൻസ് വരുന്നത് ആകെ, അതായത് 3,60,000 നിന്ന് ഇത്രയും 4 എമൗണ്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ വരുന്ന ബാലൻസിങ് ഫിഗർ 60,000 ആണ്. അത് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇങ്ങനെയാണ് നമ്മൾ ജേണൽ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഫോളോയിങ് സ്കീം ഓഫ് റീകൺസ്ട്രക്ഷൻ ഹാസ് ബീൻ അപ്രൂവ്ഡ് ഫോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലിമിറ്റഡ്. നോക്കുക, ഇതിനാണ് നമ്മൾ ജേണൽ എൻട്രി പാസ്സാക്കുക. The shareholders to receive in lieu of their present holdings of 50,000 shares of 10 rupees each. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പോൾ ഉള്ളത് പ്രസന്റ് ഹോൾഡിംഗ് എത്രയാണ്? 50,000 ഷെയർസ് ഓഫ് 10 rupees each ആണ്.
അതായത് 5 lakh ആണ് അവരുടെ ക്യാപിറ്റൽ. അതിന് പകരം ഇൻ ലിeu ഓഫ് their present holding, അതിന് പകരം അവർക്ക് കിട്ടാൻ പോകുന്നത് എന്തൊക്കെ? എ, fully paid up equity share capital equal to 2/5 of their holding. അവർക്ക് fully paid equity shares കിട്ടും. അത് എത്ര? അവർ ഇപ്പോഴുള്ള ഹോൾഡിങ്ങിന്റെ 2/5. ഇപ്പോഴുള്ള ഹോൾഡിംഗ് എത്രയാണ്? 5 lakh. അതിന്റെ 2/5 ഇക്വിറ്റി ഷെയർസ് കിട്ടും. Then B, 10% preference shares fully paid to the extent of 1/5 of the above new equity shares. ഇനി അവർക്ക് അത് കൂടാതെ 10% പ്രിഫറൻസ് ഷെയർ കിട്ടും. അത് എന്തോരാണ്? അവർക്ക് ഇപ്പൊ കിട്ടിയ ഇക്വിറ്റി ഷെയർസ് ഉണ്ടല്ലോ, ഈ ഇക്വിറ്റി ഷെയർസിന്റെ 1/5. എത്രയാണോ ഇക്വിറ്റി ഷെയർസ് കിട്ടുന്നത് അതിന്റെ 1/5 ആണ് പ്രിഫറൻസ് ഷെയർസ് കിട്ടുക. അതുകൂടാതെ അവർക്ക് 60,000 rupeesനുള്ള 14% ഡിബഞ്ചേഴ്സും കൊടുക്കും. 60,000 rupees 14% സെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നു നോക്കൂ, an issue of 50,000 rupees 12% first debentures were made and allotted. Payment for the same had been received in cash. ഡിബഞ്ചർ പുതിയത് ഇഷ്യൂ ചെയ്തു. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി ഒക്കെ ആദ്യം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, അതിന്റെ ക്യാഷ് കിട്ടി. അപ്പൊ അത് ജസ്റ്റ് റെക്കോർഡ് ചെയ്താൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ്, റൈറ്റ് ഓഫ് ഗുഡ് വിൽ ടു ദ എക്സ്റ്റെന്റ് ഓഫ് 1,50,000 rupees. ഗുഡ് വിൽ എത്ര റൈറ്റ് ഓഫ് ചെയ്യണം? Then plant and machinery which stood at 1 lakh rupees was written down to 75,000. Plant and machineryയിൽ 25,000 റൈറ്റ് ഡൗൺ ചെയ്യണം. Freehold and leasehold premises which stood at 1,75,000 were written down to 1,50,000. ഈ freehold and leasehold premises 1,75,000 ഉള്ളതുണ്ട്, അതിലും 25,000 റൈറ്റ് ഡൗൺ ചെയ്യണം. Give journal entries in the books of the company. Then ഓരോന്നായിട്ട് ഫസ്റ്റ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൊടുക്കാം, അതായത് അവർക്ക് എത്ര ഷെയർ കിട്ടുന്നു അത് റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 5 lakhs. 5 lakhs ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 50,000 ഷെയർസ് ഓഫ് 10 rupees ഈച്ച്, 5 lakh. 2, ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അവർക്ക് എങ്ങനെയാ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്? 5 lakhന്റെ 2/5. 5 lakhന്റെ 2/5 എന്ന് പറയുമ്പോൾ 5 lakh into 2/5, 2 lakh. പുതിയ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അവർക്ക് കൊടുക്കുന്നത് 2 lakhs. Then നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നു അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? 10% പ്രിഫറൻസ് ഷെയർസ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് 1/5 ഓഫ് ദ ന്യൂ ഇക്വിറ്റി ഷെയർസ്. ന്യൂ ഇക്വിറ്റി ഷെയർസ് എത്രയാണോ അതിന്റെ 1/5, അതായത് ന്യൂ ഇക്വിറ്റി ഷെയർസ് കൊടുക്കുന്നത് 2 lakh ആണ്. അതിന്റെ 1/5 എന്ന് പറയുമ്പോൾ 2 lakh into 1/5, ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 40,000. അത് മാത്രമല്ല അവർക്ക് ഡിബഞ്ചർ കൊടുക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിട്ട് ഡിബഞ്ചർ 60,000 rupeesനുള്ള ഡിബഞ്ചർ. അപ്പൊ 2 ഡിബഞ്ചേഴ്സ് 60,000. അപ്പൊ ബാക്കിയുള്ളത് 5 lakhല് ഇത്ര എമൗണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൊടുത്തു, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കൊടുത്തു, ദെൻ നെക്സ്റ്റ് ഡിബഞ്ചർ കൊടുത്തു. ബാക്കിയുള്ള എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. 2 lakhs rupees. ഇപ്പൊ 2 lakhs rupees ക്യാപിറ്റൽ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി. ഇതല്ല എങ്കിൽ നമുക്ക് റീഓർഗനൈസേഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് 50 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ആ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്യാം. ഇവിടെ നോക്കിയേ, 50,000 rupeesന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് അറ്റ് 12% ഡിബഞ്ചേഴ്സ് 50,000. എമൗണ്ട് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എമൗണ്ട് കിട്ടി. സെയിം ഹാസ് ബീൻ റിസീവ്ഡ് ഇൻ ക്യാഷ്. ക്യാഷ് കിട്ടി, 50,000 rupees കിട്ടി. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഇടും. ബാങ്ക് അക്കൗണ്ട് അറ്റ് 12% ഡിബഞ്ചേഴ്സ് 50,000 rupees. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നു റൈറ്റ് ഓഫ് ഗുഡ് വില്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ദെൻ ലീസ് ഹോൾഡ് പ്രെമിസിസ്. ഓരോന്നും റൈറ്റ് ഓഫ് ചെയ്യാൻ. ഗുഡ് വില് 1 lakh ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ 25,000 റൈറ്റ് ഓഫ് ചെയ്യണം. ദെൻ ഫ്രീ ഹോൾഡ് ആൻഡ് ലീസ് ഹോൾഡ് പ്രെമിസിസിലും 25,000 റൈറ്റ് ഡൗൺ ചെയ്യണം. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിൽ എത്ര വന്നിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണം. ഇവിടെ ക്യാപിറ്റൽ റിഡക്ഷനിൽ നമുക്ക് 2 lakh ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ അത് ഉപയോഗിച്ചിട്ട് 2 lakh. അപ്പൊ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് ഡെബിറ്റ് 2 lakh. ഗുഡ് വിൽ എത്രയാണ്? ഗുഡ് വിൽ നമ്മളോട് റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഗുഡ് വില് 1,50,000. അപ്പൊ 1,50,000 പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ 25,000, പ്രെമിസസിൽ 25,000 റൈറ്റ് ഓഫ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 2 lakh ആയി. ബാലൻസ് ഒന്നുമില്ല. ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. ഇവിടെ നമുക്ക് ബാലൻസ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തീർന്നു. ഇവിടെ നമ്മൾ നോക്കണം ബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ജേണൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയുടെ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അല്ലെങ്കിൽ റീസ്ട്രക്ചർ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ആണ്.
ബിസിനസിന്റെ ക്യാപിറ്റലിനെ റീസ്ട്രക്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ റീസ്ട്രക്ചർ ചെയ്യുന്നു. ഇപ്പൊ ജേണൽ എൻട്രീസ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജേണൽ എൻട്രീസ്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് അവർക്ക് കൊടുക്കാനുള്ള ക്ലെയിമുകൾ റെഡ്യൂസ് ചെയ്യുന്നു. ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത് എമൗണ്ടിൽ കുറവ് വന്നു കിട്ടുന്നു. ക്രെഡിറ്റേഴ്സ് അവരുടെ ഫണ്ട് കുറച്ച് അവർക്ക് കിട്ടാനുള്ള ക്ലെയിം റെഡ്യൂസ് ചെയ്ത് തരുന്നു. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അവരുടെ ക്ലെയിം റെഡ്യൂസ് ചെയ്ത് തരുന്നു. ഇതിനൊക്കെ നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ബിസിനസിന്റെ ലോസസ് റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഇതാണ് അതിന്റെ പ്രൊസീജിയർ.